ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ മെഷീനാണ് ഇട്ടത്. ഇതൊരു കസ്റ്റമർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നൂല് പൊട്ടുകയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളിത് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഷട്ടിൽ ഇതിൻ്റെ ഹാഫ് ഷട്ടിലാട്ടോ. ഇതാ ഈ ആരോ മാർക്ക് കാണിച്ചു കൊടുത്ത് കണ്ടില്ല, ചെറിയ ചെറിയ ഡോട്ടുകൾ. അപ്പോൾ ആ സൈഡിലൂടെ കേട്ടോ ഈ നൂല് ഇങ്ങനെ കറങ്ങി നമ്മളെ മുകളിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും സ്ക്രാച്ച് എന്തെങ്കിലും ഇതുപോലെ സൂചി കുത്തിയിട്ട് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നൂല് കറങ്ങി വരുമ്പോൾ അതിൽ തട്ടിയിട്ടാണ് കേട്ടോ ഈ നൂല് പൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ റെഡിയാക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹാഫ് ഷട്ടിലിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ 2 സ്ക്രൂകൾ അയച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാഫ് ഷട്ടിൽ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ പവർ മെഷീൻ്റെ ഷട്ടിൽ പോലെയല്ല, ഇതിൻ്റെ ഹാഫ് ഷട്ടിലിൽ മിക്കവാറും ഇവിടെ ഇങ്ങനെ സൂചി തട്ടിയിട്ട് ചെറുതായിട്ടൊക്കെ സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട്. പവർ മെഷീനാണെങ്കിൽ നമ്മളെ ഷട്ടിൽ ഹുക്കിലേക്കാട്ടോ അത് നേരിട്ട് തട്ടുക. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ ഹാഫ് ഷട്ടിൽ പതുക്കെ ഈ 2 സ്ക്രൂ അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ആയിരിക്കും ഏകദേശം ഉണ്ടാകുക നമ്മളടുത്ത് എല്ലാ ഷട്ടിലിനും. പിന്നെ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വലുപ്പത്തിൽ മാത്രമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളെന്താ കാട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ ഹാഫ് ഷട്ടിൽ ഊരിയെടുത്തതിന് ശേഷം ഈ ഷട്ടിൽ ഫിക്സ് ചെയ്യുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ നോക്കണം. അതുണ്ടെങ്കിൽ പേപ്പർ എടുത്തിട്ട് ചെറുതായിട്ട് നൈസായിട്ട് നമ്മളൊന്ന് പേപ്പർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ ഈ ഭാഗമൊക്കെ കറക്റ്റാണോ നോക്കണം. ചിലവർ അതൊക്കെ ഊരിയിട്ട് തിരിച്ചിട്ടിട്ട് കൊണ്ടുവരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പവർ മെഷീൻ്റെ ഒക്കെ ഷട്ടിൽ ഹുക്ക് പോലെ തന്നെ ഇതിനൊരു ഷട്ടിൽ ഹുക്കുണ്ട്. ഈ ഹുക്കിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ നോക്കണേ. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് തവണ യൂസ് ചെയ്താലേ അങ്ങനെ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അറിവ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.